പക്ഷെ ചിലത് തലമുറകൾക്കപ്പുറം മനുഷ്യനെ രൂപപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഒരു ചെറിയ ചോദ്യം, 1500 വർഷം പഴക്കമുള്ള ഒരു ഗെയിം ഇപ്പോഴെന്തുകൊണ്ടാണ് കളിക്കുന്നത്? ഉത്തരം അതിന്റെ റൂൾസിലല്ല, അത് പഠിപ്പിക്കുന്ന ജീവിത പാഠങ്ങളിലാണ്. ആ കഥ തുടങ്ങുന്നത് ഇന്ത്യയിലാണ്. ഇതിന് പിന്നിൽ മനോഹരമായൊരു ഐതിഹ്യമുണ്ട്. ഗുപ്ത സാമ്രാജ്യത്തിലെ രാജകുമാരൻ തൻ്റെ യുദ്ധത്തിൽ പരാജയപ്പെട്ടു. അവൻ അത് അമ്മയ്ക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ ആ യുദ്ധം ഒരു കളത്തിൽ പുനഃസൃഷ്ടിച്ചു. അങ്ങനെയാണ് ചതുരംഗം പിറന്നത്. ഒരു ബോർഡ്, 64 കളങ്ങൾ, സൈന്യത്തെ പ്രതിനിധീകരിക്കുന്ന കുറച്ച് കരുക്കൾ, ഓരോന്നിനും അതിൻ്റെതായ ചുമതല, എല്ലാവരും ചേർന്ന് സംരക്ഷിക്കേണ്ട ഒരു രാജാവ്. അങ്ങനെ ലോകം പിന്നീട് ചതുരംഗം എന്ന് വിളിച്ച കളിക്ക് തുടക്കമായി. ഇന്ത്യയിൽ ജനിച്ച ഈ കളി പിന്നീട് പേർഷ്യയിലെത്തി. അവിടെ അതിനൊരു പുതിയ പേര് കിട്ടി, ഷത്റഞ്ച്. ഷാ എന്നത് രാജാവ്, ഷാമത്ത് രാജാവിന് ഇനി രക്ഷയില്ല. അതാണ് ഇന്ന് നമ്മൾ ചെസ് എന്ന പേരിൽ അറിയപ്പെടുന്ന കളിയായി മാറിയത്. വേൾഡ് ചെസ് ഡേ ആയ ഇന്നേ ദിവസം നമ്മൾ സംസാരിക്കുന്നത് ചെസ്സിനെ കുറിച്ചും ചെസ്സിനെ അത്രമേൽ പ്രണയിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ചുമാണ്. മുൻ സംസ്ഥാന യൂത്ത് ചെസ് ചാമ്പ്യനും മുൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചെസ് ചാമ്പ്യനും 2011-12 വർഷത്തിലെ മികച്ച അധ്യാപകനുള്ള സംസ്ഥാന പുരസ്കാരം നേടിയ വ്യക്തിയും ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കുള്ള ബയോളജി ടെക്സ്റ്റ് ബുക്കിൻ്റെ രചയിതാവും ഒരു പ്രകൃതി സ്നേഹിയും മോട്ടിവേഷണൽ സ്പീക്കറുമായ ശ്രീ മനോജ് MC ആണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ്. റിട്ടയർമെന്റിന് ശേഷം കോവൂർ ഇരിഞ്ഞാടൻ പള്ളിക്കടുത്ത് തൻ്റെ വീടിനോട് ചേർന്നുള്ള വിശാലമായ ഭൂമിയിൽ പ്രകൃതിയോടിണങ്ങി നിർമ്മിച്ചെടുത്ത സോയിൽ സ്റ്റോറീസ് എന്ന സംരംഭത്തിൽ റൂക്സ് ആൻഡ് റൂട്ട്സ് എന്ന ഒരു ചെസ് അക്കാഡമി നടത്തി വരികയാണ് മനോജ് സർ. വെറും ഒരു കളിക്കപ്പുറം ചെസ്സിന് എന്തെല്ലാം മാനങ്ങളുണ്ടെന്നും ചെസ് ഒരു മനുഷ്യനെ എങ്ങനെ രൂപപ്പെടുത്തുന്നുവെന്നും നമുക്ക് മനോജ് സാറിനോട് ചോദിക്കാം. ഹാർട്ടിറ്റ്യൂഡിന്റെ മറ്റൊരു ചാപ്റ്ററിലേക്ക് സ്വാഗതം. നമസ്കാരം സർ. നമസ്കാരം. നമുക്ക് ചെസ്സിന്റെ ചരിത്രത്തിൽ നിന്ന് തുടങ്ങാം. എവിടെയാണ് ഈ ചെസ് ആവിർഭവിച്ചത്? പിന്നെ ഇന്ത്യൻ സംസ്കാരവുമായിട്ട് ചെസ്സിനുള്ള ഒരു സ്വാധീനം എന്താണ്? ചെസ്സിൻ്റെ യഥാർത്ഥ ചരിത്രത്തെപ്പറ്റി ഇപ്പോഴും പല രാജ്യങ്ങളിലും പല അഭിപ്രായമാണ്. പക്ഷെ എല്ലാ രാജ്യങ്ങളിലും പൊതുവെ നമ്മൾ അംഗീകരിക്കുന്നത് ഹിസ്റ്ററി ഓഫ് ചെസ് എന്ന് പറഞ്ഞ ജോസഫ് മൊറയുടെ ഒരു പുസ്തകമുണ്ട്, ഏകദേശം ഒരു നൂറ്റാണ്ട് മുമ്പ് എഴുതിയ. അദ്ദേഹം പറയുന്നത് 570 AD ഇന്ത്യയിൽ ചെസ്സ് തുടങ്ങി. പേർഷ്യൻ ട്രേഡേഴ്സ് ഇന്ത്യയിൽ നിന്ന് ചെസ്സ് കൊണ്ടുപോയി, പിന്നെ അറബ്സിന് കൈമാറി, പിന്നെ ഇറ്റലിയിൽ നിന്ന്, ഇറാനിൽ നിന്ന് സ്പെയിനിലേക്കും ഫ്രാൻസിലേക്കും മറ്റ് യൂറോപ്യൻ കൺട്രീസിലൊക്കെ എത്തി ഇന്ന് കാണുന്ന ചെസ്സിലേക്ക് എത്തി. പക്ഷെ നമ്മൾ ഭാരതീയർ വിശ്വസിക്കുന്നത് അതിനു മുൻപ് രാവണൻ്റെ ഭാര്യ മണ്ഡോദരിയാണ് ചെസ്സ് കണ്ടുപിടിച്ചത്, ചതുരംഗം കണ്ടുപിടിച്ചത് എന്നാണ്. കാരണം ചെസ്സിൻ്റെ പഴയ രൂപമാണ്. കാരണം രാവണൻ വളരെ യുദ്ധക്കൊതിയനായിരുന്നു. അപ്പോൾ രാവണനെ കൊട്ടാരത്തിൽ തന്നെ നിർത്താൻ വേണ്ടിയിട്ട് അതീവ ബുദ്ധിമതിയായ മണ്ഡോദരി, അങ്ങനെയാണെങ്കിൽ 5000 വർഷം പഴക്കമുണ്ട്, അത്രയും പഴമ ചെസ്സിനുണ്ട്. പിന്നീട് ചെസ്സ് കണ്ടുപിടിച്ച ശേഷം 18-ാം നൂറ്റാണ്ടോടുകൂടിയാണ് ഇത് ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് അറിയപ്പെടാൻ തുടങ്ങിയത്. 1890 അവസാനത്തിലാണ് ആദ്യമായി ഒഫീഷ്യൽ വേൾഡ് ചാമ്പ്യൻഷിപ്പ് വില്യം സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞ ആള് വേൾഡ് ചാമ്പ്യൻ ആയത്. സാർ എങ്ങനെയാണ് ഈ ചെസ്സിന്റെ ലോകത്തിലേക്ക് കടന്നു? ഞാൻ ചെസ്സിന്റെ ലോകത്തിലേക്ക് കടന്നു വരാൻ പ്രധാന കാരണം ഞങ്ങളുടെ ഒരുപാട് ബന്ധുക്കൾ നല്ല കളിക്കാരാണ്. പ്രത്യേകിച്ച് എൻ്റെ അച്ഛനൊക്കെ ജില്ലാ ലെവലിലുള്ള നല്ലൊരു ചെസ് താരമായിരുന്നു. അപ്പൊ അച്ഛൻ പഠിപ്പിച്ച് കുട്ടിക്കാലം മുതലേ ചെസ്സിനോട് ശാസ്ത്രീയമായ ചെസ്സൊന്നും അല്ലെങ്കിലും വളരെ കാലം ഞങ്ങൾ സ്ഥിരമായി കുടുംബത്തിൽ കളിച്ചിരുന്ന ഒരു കളിയാണ്. അങ്ങനെയാണ് രംഗത്ത് കുടുംബം കളിക്കുന്ന കളിയാണ്. ഇപ്പോഴും എൻ്റെ അമ്മാമ്മന്മാരൊക്കെ തന്നെ എന്നെ തോൽപ്പിക്കുന്ന കളിക്കാരുണ്ട്. പക്ഷെ അവരൊന്നും ടൂർണമെന്റ് രംഗത്തേക്ക് വരില്ല. നല്ല കളിക്കാരുണ്ട്. അങ്ങനെ പാരമ്പര്യമായി പഠിച്ചത് തന്നെ വേണമെങ്കിൽ പറയാം. ഇങ്ങനത്തെ ചെസ് ബോർഡൊക്കെ ഈ ചെസ് ബോർഡ് ഇങ്ങനെ തന്നെയാണ്. പണ്ട് ഞാൻ ചതുരംഗവും കളിക്കുകയായിരുന്നു. ചെറിയ വ്യത്യാസമുണ്ട് ചെസ്സുമായിട്ട്, കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അതിന്റെ മൂവ്മെന്റുകളൊക്കെ വ്യത്യാസമുണ്ട്. കുറെ കാര്യങ്ങളൊക്കെ ഒരേപോലെയാണ്. കരുക്കളൊക്കെ എണ്ണ ബോർഡിന്റെ സ്ക്വയറുകളും ഒക്കെ അതുപോലെയാണ്. പക്ഷെ വ്യത്യാസങ്ങളുണ്ട്. നിങ്ങള് കുടുംബസംഗമൊക്കെ വെക്കുമ്പോ കളിക്കാറുണ്ട്. പലവരും പൊതുവെ ഒരു ഇൻഡോർ ഗെയിം വലിയ മേലാനങ്ങാതെ കളിക്കാൻ പറ്റുന്നതുകൊണ്ട് ഒരുപാട് ആളുകൾ ഇതിലത് ആകൃഷ്ടരായിട്ട് കളിക്കുന്നവരുണ്ട്. ചെറിയ കുട്ടിയാകുമ്പോഴേ ഞങ്ങളുടെ പല ബന്ധുക്കളും കളിക്കുന്ന കൂട്ടത്തിൽ ഞാനും കളിച്ചിട്ടുണ്ട്. സ്കൂൾ പ്രായത്തിലേ കളിച്ചു തുടങ്ങിയതാണ്, കളിക്കാറുണ്ട്.
പിന്നെ സ്കൂളിലൊക്കെ പിന്നെ എങ്ങനെയായിരുന്നു ഇതിന്റെയൊക്കെ മത്സരങ്ങൾ? അന്ന് ഇത്ര മത്സരങ്ങളൊന്നുമില്ല, വളരെ ദുർലഭമായ മത്സരങ്ങളേ ഉള്ളൂ. അപ്പൊ നമ്മൾ അതിലൊക്കെ കളിക്കും, അതിലൊക്കെ പങ്കെടുക്കും, കുറെയൊക്കെ ജയിക്കും, അങ്ങനെയാണ്. ഓർമ്മയുണ്ട് ഏതെങ്കിലുമൊക്കെ? ഞാൻ സ്റ്റേറ്റ് ഞാൻ പറഞ്ഞ യൂത്ത് ചാമ്പ്യൻ ആയിരുന്നു. അതേപോലെ യൂണിവേഴ്സിറ്റി ചാമ്പ്യൻഷിപ്പ് കളിച്ചിട്ടുണ്ട്, ജില്ലാ ഡിസ്ട്രിക്ട് ചെസ് ചാമ്പ്യൻഷിപ്പുകൾ ഒക്കെ ചാമ്പ്യൻ ആയിട്ടുണ്ട്. കുറെ ഓപ്പൺ ടൂർണമെന്റുകളിലൊക്കെ കളിക്കാറുണ്ടായിരുന്നു, കുറെയൊക്കെ ചാമ്പ്യൻഷിപ്പ് കിട്ടാറുണ്ടായിരുന്നു. ഞാനത് എൻജോയ് ചെയ്ത് കളിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു നയം. സാറിന് ഫസ്റ്റ് ഈ അംഗീകാരം കിട്ടിയ ഒന്ന് ഫീൽ ചെയ്തതൊന്ന്? അങ്ങനെ ഒരു ചെസ്സിൽ അംഗീകാരം കിട്ടാൻ നമ്മൾ എത്രയോ കളിയിൽ ഇങ്ങനെ പങ്കെടുക്കുന്നു, അതിൽ സ്വാഭാവികമായും ജയിക്കുമ്പോൾ ഒരു സന്തോഷം എന്നുള്ളതല്ലാതെ അതിലുപരി എത്രയെങ്കിലും അത്യന്തം ആവേശമായിട്ട് ഒരുപാട് ചെസ്സിന്റെ ഉന്നതികളിൽ എത്തണമെന്ന് സത്യമായിട്ടും അത് എൻജോയ് ചെയ്ത് കളിക്കണമെന്നല്ലാതെ അതിൽ വലിയ ഒരുപാട്, അതുകൊണ്ട് തന്നെ ഞാൻ വലിയ കോച്ചിങ് ക്യാമ്പുകളിലൊന്നും പോയിട്ടില്ല, പുറത്തേക്കൊന്നും അങ്ങനെ വലിയ കോച്ചിങ് ക്യാമ്പുകളിലൊന്നും പങ്കെടുത്തിട്ടില്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു കുടുംബ സംഗമത്തിൽ നിന്ന് തുടങ്ങി അവിടുന്ന് ഒരു രസത്തിന് വേണ്ടി കളിച്ചു തുടങ്ങിയിട്ട് പിന്നെ സാർ ഒരു പ്രൊഫഷണൽ അല്ലെങ്കിൽ ഒരു മത്സര രീതിയിലേക്ക് വരുമ്പോൾ അതിന് വ്യത്യാസമുണ്ട്, അതിന് കുറെ കൂടെ വ്യത്യാസങ്ങളുണ്ട്. അത് നമുക്ക് കുറച്ച് മെന്റൽ സ്ട്രെസ് ഉണ്ടാക്കും, പിന്നെ അതിന് കുറച്ച് അംഗീകാരങ്ങളൊക്കെ കിട്ടുന്നുണ്ട്, അതിലൊരു സന്തോഷം വരും, പത്രത്തിലൊക്കെ ഫോട്ടോ ഒക്കെ കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവും. അപ്പൊ എല്ലാവരെയും പോലെ തന്നെ അന്ന് ഇത്രയൊന്നും കുട്ടികൾ ആ രംഗത്തേക്ക് വരുന്നില്ല നമ്മൾ അന്നും. പക്ഷേ ഏറ്റവും വലിയൊരു രസം അന്നും നമ്മുടെ കൂടെ കളിച്ചു വന്നിരുന്ന ആളുകളൊക്കെ തന്നെയാണ് ഇപ്പോഴും ഈ രംഗത്ത് വളരെ സജീവമായി നിൽക്കുന്നത്. കൂടെ കുട്ടികൾ വന്നെങ്കിലും ഒരുപാട് കളിക്കാർ, അന്നത്തെ കളിക്കാർ ഇപ്പോഴും വളരെ സജീവമായി രംഗത്തുണ്ട്. ഞാനിപ്പോ ടൂർണമെന്റ് രംഗത്ത് സജീവമല്ലെങ്കിലും. സാറിന്റെ കൂടെ ഞങ്ങൾ ഒരു ഫോട്ടോയിൽ കണ്ടിട്ടുണ്ട്, അന്ന് യൂത്ത് സാർ പറഞ്ഞ അവാർഡ് കിട്ടിയ ചാമ്പ്യൻഷിപ്പ് കിട്ടിയ സമയത്ത് കൂടെ കുറെ സാറിനെ പോലുള്ള യങ്സ്റ്റേഴ്സിന്റെ കൂടെ അവരൊക്കെ ഇപ്പോഴും ആ ചാമ്പ്യൻഷിപ്പിൽ കിട്ടിയ ആളുകള് പലരും പല ജില്ലകളിൽ നിന്നുള്ളവരാണ്. ചിലരൊക്കെ വിദേശങ്ങളിലൊക്കെ പോയി കളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് പേരെടുത്ത് പറയാവുന്ന ആ രംഗത്ത് ഇപ്പോഴും ഞാൻ കളിച്ചിരുന്ന കാലത്ത് വളരെ സജീവമായി കളിച്ചിരുന്നവര് ഒ.ടി. അനിൽകുമാർ 7 ടൈം സ്റ്റേറ്റ് ചാമ്പ്യൻ ആയിരുന്നു. പിന്നെ ഗുഗേഷിനെ 3 പ്രാവശ്യം തോൽപ്പിച്ച ആളാണ്. പിന്നെ അബ്ദുൾ മജീദ്, ഞങ്ങളെ മൈക്ക എന്ന് വിളിക്കുന്ന അദ്ദേഹം ആനന്ദിനെ തോൽപ്പിച്ച കളിക്കാരനാണ്. പിന്നെ നമ്മുടെ കോഴിക്കോട്ടെ ഒരു ചെസ് ഇന്റർനാഷണൽ മാസ്റ്റർ രത്നാകരൻ, അദ്ദേഹം ഒക്കെ ആ കാലത്ത് കളിച്ചിരുന്ന ആളുകളാണ്. ഇപ്പോഴും സജീവമായി അവരൊക്കെ രംഗത്തുണ്ട്. അവരുണ്ട്, അവരുമായി ഇവിടെ വരാറുണ്ട്. കഴിഞ്ഞ മാസം ഇവിടെ സംസ്ഥാന ചെസ് ചാമ്പ്യൻഷിപ്പ് നടന്നപ്പോൾ അവരൊക്കെ കളിച്ചിരുന്നു, അവരിൽ പലരും പങ്കെടുത്തിരുന്നു. അവരും ഇതേപോലെ ഈ കോച്ചിങ് അതിൽ ഉണ്ട്. അവരൊക്കെ നന്നായി കോച്ചിങ് നടത്തുന്ന ആളുകളുണ്ട്, ഒരുപാട് ആളുകളുണ്ട്, നന്നായി കോച്ചിങ് നടത്തുന്നവരുണ്ട്. പിന്നെ ഇപ്പോ ഈ ആധുനിക കാലത്ത് ചെസ് പ്ലേയേഴ്സില് സാറിന് ഏറ്റവും കൂടുതൽ അതൊരു നല്ലൊരു ചോദ്യമാണ്. കാരണം ലോകത്ത് തന്നെ ചെസ്, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ എൻ്റെ ചരിത്രം, പിന്നെ അത് റഷ്യൻസിൻ്റെ കുത്തകയായിരുന്നു. ഒരു 1970s ബോബി ഫിഷർ എന്ന് പറഞ്ഞ അമേരിക്കൻ കളിക്കാരൻ ചെസ് രംഗത്ത് പല അത്ഭുതങ്ങളും സൃഷ്ടിച്ചു. അതാണ് ചെസ് പോപ്പുലറൈസ് ആവാൻ കാരണം, ബോബി ഫിഷറുടെ വരവോടുകൂടിയാണ്. പിന്നീട് അത് ഏറ്റെടുത്തത് ഗാരി കാസ്പ്രോവ് ആണ്. അന്ന് കമ്പ്യൂട്ടറൊക്കെ ഇൻവെന്റ് ചെയ്തപ്പം കാസ്പ്രോവ് കമ്പ്യൂട്ടറിനെ വരെ തോൽപ്പിച്ചു. അപ്പം ശരിക്കും പക്ഷേ ആധുനിക ചെസ്സിൽ ചോദ്യം ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ വളർന്നു നിൽക്കുന്നു, ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്ന മാഗ്നസ് കാൾസൺ തന്നെയാണ്. കാരണം കാസ്പ്രോവും കാർപ്പോവും ഒക്കെ 6 ടൈം ചാമ്പ്യൻ ആണെങ്കിലും അവരൊന്നും ചെസ്സിന്റെ എല്ലാ ഫോർമാറ്റിലും ചാമ്പ്യൻ അല്ലായിരുന്നു. ഇദ്ദേഹം 5 പ്രാവശ്യം സ്റ്റേറ്റ് നോർമൽ ചെസ്, 6 പ്രാവശ്യം ബ്ലിറ്റ്സ്, പിന്നെ ബാക്കി എല്ലാ ഫോർമാറ്റ് റാപ്പിഡ് ചെസ്സൊക്കെ പല പ്രാവശ്യം ചാമ്പ്യനായിട്ട് ഇന്നും മുകളിൽ എല്ലാ കളിക്കാരും ആരാധിക്കുന്ന, ഒരു വിധത്തിലും കമ്പയർ ചെയ്യാൻ പറ്റാത്ത റേറ്റിംഗ് ഒക്കെ ഉള്ളത് അദ്ദേഹം തന്നെയാണ്, മാഗ്നസ് കാൾസൺ തന്നെയാണ്. അപ്പോൾ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് കളിക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ ഫിഷർ കഴിഞ്ഞാൽ പിന്നെ കാൾസൺ. അപ്പോൾ സാറിനൊരു ഫിഡെ ചെസ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, ഫിഡെ ചെസ് പ്ലെയർ ആണല്ലോ സാർ. അപ്പോൾ അങ്ങനെ ഒരു ഫിഡെ ചെസ് പ്ലെയർ അത് നമ്മളിപ്പോൾ ഫിഫ റാങ്കിങ്, ഇപ്പോൾ നമ്മൾ ലോക ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് നടക്കാം, ഫിഫ റാങ്കിങ് കഴിഞ്ഞ ദിവസമൊക്കെ ഉണ്ടായിരുന്നു, പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നിട്ട് ഫസ്റ്റ് പിന്നെ അർജന്റീന തൊട്ട് പിന്നിലിന്, അതേപോലെ നമ്മൾ ഇതിനെയും കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ നമുക്ക് ഒരാൾക്കൊരു ഫിഡെ റേറ്റിംഗ് കിട്ടണമെങ്കിൽ അയാൾ എപ്പോഴെങ്കിലും ഒരു ഫിഡെ റേറ്റഡ് ടൂർണമെൻറ്റിൽ ഫിഡെ റേറ്റിംഗ് ഉള്ള കളിക്കാരെ തോൽപ്പിക്കണം. അപ്പോൾ ഇപ്പം പല ഫോർമാറ്റുകളിൽ കളിയുണ്ട്, റാപ്പിഡ് ഉണ്ട്, ബ്ലിറ്റ്സ് ഉണ്ട്, ക്ലാസിക്കൽ ചെസ് ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ വേറെ റേറ്റിംഗ് ഉണ്ട്. അപ്പോൾ എല്ലാ മാസവും റേറ്റിംഗ് ഇങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ കളിയിൽ പങ്കെടുക്കുക, അന്താരാഷ്ട്ര റേറ്റിംഗ് ഉള്ള കളിക്കാരെ തോൽപ്പിക്കുക, തോൽപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് റേറ്റിംഗ് കിട്ടും. അങ്ങനെയാണ്. എൻ്റെ ഇതിലുണ്ട്, അക്കാഡമിയിൽ തന്നെ കുട്ടികളുണ്ട്. അവരെയൊക്കെ നമ്മൾ ഈ കോച്ചിങ് കൊടുക്കുക. പിന്നെ ഈ ചെസ്സിനെ സംബന്ധിച്ച് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുട്ടികൾ സ്വയം പഠിക്കണം, കുറേ ഇരുന്ന്
പിന്നെ ഇത് വളരെ പണച്ചെലവുള്ള കാര്യമാണ്. ഒരു റേഞ്ച് കഴിഞ്ഞാൽ മാസ്റ്റേഴ്സിൻ്റെ അടുത്തൊക്കെ പോയി വലിയ കോച്ചിങ് വേണം. ലോകത്ത് ഏറ്റവും അധികം പണച്ചെലവ് കോച്ചിങ്ങിനുള്ള ഒരു കളിയാണിത്. കണ്ടാൽ വളരെ ലളിതമാണ്, പക്ഷെ വളരെ ചെലവ് കൂടുതലാണ്. അത് ഇനി മാസ്റ്റേഴ്സ് ലെവൽ കോച്ചിങ് വേണം. ഗ്രാൻഡ് മാസ്റ്റേഴ്സിന് ഇന്റർനാഷണൽ മാസ്റ്റേഴ്സിനൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അതിന് വളരെ വലിയ തുക കൊടുക്കണം. എന്നാലിപ്പോൾ കേരളത്തിൽ തന്നെ 3 ഗ്രാൻഡ് മാസ്റ്റേഴ്സാണ് ഉള്ളത്. ഗോപാൽ, GN ഗോപാൽ, നിഹാൽ സരീൻ, പിന്നെ SL നാരായണൻ. ഇവരൊക്കെ തന്നെ അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗത്ത് അവർ വിദേശത്ത് പോയതാണ്. എന്നിട്ട് കോച്ചിങ് എടുക്കുകയാണ്. എന്നിട്ട് കോച്ചിങ് എടുത്തു കഴിഞ്ഞിട്ട് അപ്പോൾ അവിടുന്ന് വളർന്നു വരും. അപ്പോൾ അതിനൊക്കെ വലിയ ചിലവാണ്. അപ്പോൾ ചിലവെന്ന് പറഞ്ഞാൽ ഓൾ ഇന്ത്യ സെൻട്രൽ ഗവൺമെൻറ് നന്നായി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഓൾ ഇന്ത്യ ചെസ് ഫെഡറേഷൻ ASCF നന്നായി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ചില സംസ്ഥാന ഗവൺമെൻറ്റുകൾ, ഉദാഹരണം നമ്മുടെ തമിഴ്നാട് വലിയ സപ്പോർട്ടാണ്. 25 ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ഓൾറെഡി അവിടെ ഉണ്ട്. നമ്മുടെ ഈ പ്രജ്ഞാനന്ദയൊക്കെ അടക്കം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ പ്രജ്ഞാനന്ദ ടൂർണമെൻറ്റ് ജയിച്ച് വന്നപ്പോൾ മുഖ്യമന്ത്രി വിജയ് വിളിച്ചിട്ട് 50 ലക്ഷം രൂപ കൊടുത്തു. അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു കളിയും കളിച്ചു. അപ്പോൾ ഇങ്ങനെ പ്രൊമോഷൻ നന്നായി കൊടുക്കുന്നത് ആന്ധ്ര കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആരൊക്കെ ഏതൊക്കെ സംസ്ഥാനങ്ങളാണോ പ്രൊമോട്ട് ചെയ്യുന്നത് അവിടെ വളരെ നന്നായിട്ട് ചെസ് വളരുന്നുണ്ട്. അപ്പോൾ ഇവിടെയുള്ള കുട്ടികൾ സാറിന് ഇവിടെ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഇവിടെ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ആകെ പിന്നെ കോഴിക്കോട് തന്നെ ഒരു ഇന്റർനാഷണൽ മാസ്റ്റർ ഉള്ള ഒരു രത്നാകരൻ, അദ്ദേഹത്തിന് 2 ഗ്രാൻഡ് മാസ്റ്റർ നോമുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ആഗ്രഹം കോഴിക്കോട്ട് നിന്ന് ഗ്രാൻഡ് മാസ്റ്റേഴ്സ് വളർന്നു വരണം എന്നാണ്. പിന്നെ ഇവിടുത്തെ കുട്ടികളെ ഒന്ന് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഇവിടുന്ന് കളിക്കാർ വേണം. കളിക്കാരും അതിൻ്റെ ആളുകളും വളർന്നു വരണം. പിന്നെ ഒരു ചെസ് മാച്ച് തുടങ്ങുമ്പോൾ ഒരു പ്രഷർ, സാറ് പറഞ്ഞ നേരത്തെ പോലെ ഒരു കുടുംബ സംഗമത്തിന് അപ്പുറം ഒരു മത്സരത്തിലേക്ക് ഒരു പ്രഷർ ഉണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് അത്? ശരിക്ക് പ്രഷർ എന്ന് പറയുന്നത് എല്ലാ ഗെയിമിനും ഉണ്ട്. അപ്പം നമുക്ക് നമ്മൾ എല്ലാ കളിക്കാരുടെ കൂടെയും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ കൂടെ, ഫുട്ബോൾ ടീമിൻ്റെ കൂടെ ഒക്കെ മാനസികമായ സമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉള്ള ആളുകളുണ്ട്. ചെസ്സിന് വലിയ മാസ്റ്റേഴ്സൊക്കെ ചെയ്യുന്നത് യോഗ പോലത്തെ കാര്യങ്ങൾ അതിന് മുൻപ് ചെയ്യും. വളരെ റിലാക്സ് ചെയ്യുന്ന ഒരുപാട് റിലാക്സിങ് ടെക്നിക്ക് എടുത്തതിന് ശേഷം ചെസ്സ് കളിക്കാനിരിക്കുള്ളൂ. ചെസ്സ് എന്ന് പറഞ്ഞാൽ നല്ല മാനസിക സമ്മർദ്ദം ഉണ്ടാവുന്ന കളിയാണ്. അപ്പം അത് എൻജോയ് ചെയ്ത് കളിക്കുന്ന വളരെ കുറച്ച് കളിക്കാരേ ഉള്ളൂ. പ്രത്യേകിച്ച് സമയ സമ്മർദ്ദത്തൊക്കെ അതിജീവിച്ച് കളിക്കുക. അവരാണ് യഥാർത്ഥത്തിൽ കളിക്കാരാവുന്നതും ചാമ്പ്യന്മാരാവുന്നതും. പ്രഷറിനെ അതിജീവിക്കണം. അത് ഏത് നിലയിൽ ഏത് കളിയിലായാലും അങ്ങനെ തന്നെയാണ്. പ്രഷറിനെ അതിജീവിക്കുന്നവരേ ഉള്ളൂ. അത് സാറിന്റെ ഇതിലേക്ക് വരട്ടെ. ചെസ്സിന്റെ ഈ ലോകത്ത് നിന്നും അധ്യാപനത്തിലേക്ക് അതാണ് ശരിക്കും എനിക്ക് പറയാൻ ഇഷ്ടപ്പെടുന്ന കാര്യം. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ചെസ്സ് കളിച്ചിരുന്നു. അന്ന് ഈ അധ്യാപനം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. അപ്പം ഞാൻ MSc ഒക്കെ കഴിഞ്ഞ സമയത്ത് എൻ്റെ അച്ഛൻ്റെ നിർബന്ധപ്രകാരം രാമകൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൊറൽ ആൻഡ് സ്പിരിച്വൽ എഡ്യൂക്കേഷൻ RIMSE മൈസൂരിൽ ചേർന്നു. അപ്പോൾ അത് രാമകൃഷ്ണ മിഷൻ്റെ ഓർഡറിൽ വളരെ ഭംഗിയായി നടക്കുന്ന ഒരു BEd ട്രെയിനിങ് സെൻ്ററാണ്. അവിടുത്തെ ട്രെയിനിങ്ങിൽ ആണ് ശരിക്കും എന്നെ അധ്യാപനത്തിലേക്ക് അടുപ്പിച്ചത്. പിന്നെ ഞാനത് BEd കഴിഞ്ഞ് വന്ന ഉടനെ ഞങ്ങളുടെ JDT കണ്ട എക്കാലത്തെയും ഞാനൊക്കെ ഇന്നും മനസ്സിൽ ആരാധിക്കുന്ന അസനാജിയുണ്ട്. ഹജ്ജ് കമ്മിറ്റി ചെയർമാനായിരുന്നു. മൈനോറിറ്റീസിനെ റെപ്രസെൻ്റ് ചെയ്ത് UN സംസാരിച്ചാണ്. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, JDTയിൽ വരണം, ഇവിടെ ഞാൻ ഫ്രീ ആയിട്ട് ജോലി ചെയ്യാനുള്ള സംവിധാനം ചെയ്യാം. അപ്പം ഞാനാണ് അന്ന് MSc കഴിഞ്ഞ് BEd കഴിഞ്ഞ ഉടനെ എൻട്രൻസ് ക്ലാസ് എടുക്കുന്ന തിരക്കിലായിരുന്നു. എന്നാലും അദ്ദേഹം വിളിച്ച് പറഞ്ഞ സ്ഥിതിക്ക് ഇവിടെ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, ചരിത്രത്തിൽ കേരളത്തിൽ ആദ്യമായിട്ട് ഒരു എയ്ഡഡ് സ്കൂളിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി തുടങ്ങാൻ പോവുകയാണ് JDTയിൽ. അതിൽ അധ്യാപകനായിട്ട് ചേരണം. ശരിക്കും പറഞ്ഞാൽ സുവോളജി ആയിരുന്നു. അങ്ങനെ VHSC എന്ന് പറയുന്ന ആ സ്ഥാപനത്തിൽ ചേർന്ന് തുടങ്ങിയപ്പോൾ ഞാൻ ചെസ്സിനെ മറന്നു തുടങ്ങി. കാരണം വളരെ +2 ഹയർ സെക്കൻഡറിയിലൊന്നും ചേരാൻ പറ്റാത്ത വളരെ മോശമായ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് തന്നെ വേണമെങ്കിൽ പറയാം, കുട്ടികൾ പഠിക്കാൻ പറ്റാത്ത സാഹചര്യം വരുന്ന കുട്ടികൾ ഒരുപാട് എത്തുന്ന കാലമായിരുന്നു അന്ന് VHSCയിൽ. അവരെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്ത് പഠിപ്പിക്കുന്ന സമയത്ത് അവർ ഭയങ്കരമായൊരു മിറാക്കിളാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ പിന്നീട് ഞാൻ കുറേ കാലം അങ്ങ് ചെസ്സ് നിർത്തി എന്ന് തന്നെ പറയാം. അങ്ങനെ പിന്നീട് ഞാൻ ചെസ്സിലേക്ക് ഒന്ന് സജീവമായത് അന്ന് ഇടയ്ക്ക് ടൂർണമെൻറ്റുകൾ കാണാൻ പോകും. ഒരു 10-15 വർഷത്തിന് ശേഷം അന്ന് JDTയുടെ 100ാം വാർഷികം വന്നു. JDT 100ാം വാർഷികം വന്നപ്പോൾ അന്നത്തെ പ്രസിഡന്റ് ശ്രീ CP കുഞ്ഞഹമ്മദ് ഞങ്ങളുമായിട്ട് എന്നെ വലിയ ഇഷ്ടമാണ്. അത് എന്നോട് വിളിച്ച് പറഞ്ഞു, ചെസ്സിൻ്റെ ഒരു പ്രോഗ്രാം ചെയ്യണം. അപ്പം ഞാൻ പറഞ്ഞു എന്താ ചെയ്യുക? അപ്പം എന്നോട് പറഞ്ഞു ഒരു സൈമൾട്ടേനിയസ് എക്സിബിഷൻ ചെസ് നടത്താൻ. അപ്പോൾ JDT സ്ഥാപനങ്ങളിൽ നിന്ന് വലിയ 10-14,000 കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനം, അവിടുന്ന് തിരഞ്ഞെടുത്ത ഒരു 40 കുട്ടികളോട് ഒരുമിച്ച് ചെസ് കളിച്ചു.
സാറ് ആ 40 ആളോടും ജയിച്ചു വന്നത് വലിയ പത്രവാർത്തയൊക്കെ ആയിരുന്നു. അതായത് എന്റെ ജീവിതത്തിൽ എനിക്ക് വലിയ സന്തോഷം നൽകിയ ഒരു സംഭവം. പിന്നെ പിന്നീട് ഞാൻ ചെസ്സൊക്കെ വീണ്ടും വീണ്ടും ശ്രദ്ധിക്കാൻ തുടങ്ങി ആ ഒരു ഗ്യാപ്പിന്റെ ശേഷം. എന്നാലും ഞാൻ പ്രധാനമായും ഈ ടെക്സ്റ്റ് ബുക്കുകളുടെ ചില പ്രവർത്തനം, ടെക്സ്റ്റ് ബുക്ക് എഴുതുന്ന ചില പ്രവർത്തനങ്ങൾ, പിന്നെ ഇതുമായിട്ടാണ് സജീവമായതുകൊണ്ട് ഇത് വേണ്ടത്ര അതിലേക്ക് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഞാൻ കുട്ടികളുടെ ക്ലാസ് എടുക്കുന്ന മോട്ടിവേഷണൽ ക്ലാസ്, പാരന്റിങ് ക്ലാസ് ഒക്കെ സജീവമായി കൊണ്ടുപോയി. ചെസ് അപ്പോഴും ഒരു സൈഡിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുന്നേ ഉള്ളൂ. അങ്ങനെ റിട്ടയർ ചെയ്ത സമയത്ത് ഞാൻ ക്ലാസ് എടുക്കാൻ പോകും, പാരന്റിങ് ക്ലാസ്. അപ്പോഴാണ് രക്ഷിതാക്കൾ ചിലർ പറഞ്ഞത് അത് പറഞ്ഞാൽ പോരാ, എന്തെങ്കിലും കുട്ടികളെ പഠിപ്പിക്കാൻ ചെയ്യണം. അങ്ങനെയാണ് ഞാൻ ശരിക്കും ചെസ്സിലേക്ക് വീണ്ടും സജീവമായി ഒരു അക്കാദമിയൊക്കെ തുടങ്ങിയത്. അതാണ് ചരിത്രം. JDT-നെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ ഫേസ്ബുക്കിൽ യുവ എഴുത്തുകാരി ഷെമിയുടെ ഒരു വോയിസ് ഇത് കണ്ടു, വീഡിയോ കണ്ടു. അപ്പൊ അതിൽ സാറിനെ കുറിച്ച് പറയുന്ന വളരെ എന്താ പറയാ മനസ്സിൽ തട്ടിയിട്ടുള്ള ഒരു ഇതുണ്ട്. അതിനെ കുറിച്ച് സാറിന് എന്താ പറയാനുള്ളത്? അത് ഒരു ഷെമി വലിയ എഴുത്തുകാരിയായിരുന്നു. അവള് കോഴിക്കോട് വന്നപ്പോൾ ഒരു ഇന്റർവ്യൂ നടത്തി. ഇന്റർവ്യൂവിൽ എന്നെ പറ്റി മെൻഷൻ ചെയ്തപ്പോൾ ഇന്റർവ്യൂ ചെയ്ത ആളെ എനിക്ക് അയച്ചു തന്നു. ഫേസ്ബുക്കിലോ മറ്റോ ഇട്ടതാണ്. ശരിക്കും ഞാൻ ഷെമിയെ പിന്നെ കണ്ടിട്ടില്ല. ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സന്തോഷം ഇതാ. എത്രയോ വർഷങ്ങൾ കഴിഞ്ഞും നമ്മൾ പഠിപ്പിച്ചവര് നമ്മൾ എവിടെയൊക്കെയോ കണ്ട് ഓർക്കുന്നു, നമ്മളെ പറ്റി ഓർക്കുന്നു എന്നുള്ളതാണ്. അതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു അധ്യാപകർ അതിൽ തന്നെ പലരും ആകൃഷ്ടരായി നിൽക്കുന്നത്. ഞാനൊരു വേള ആലോചിച്ചിരുന്നു റിട്ടയർ ചെയ്തതിന് ശേഷം സുവോളജി പഠിപ്പിക്കലുമായി മുന്നോട്ട് പോകണോ എന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു ഒന്ന് മാറാം. അങ്ങനെയാണ് ഈ ചെസ് പഠിപ്പിക്കുന്ന രംഗത്തേക്ക് വരുന്ന സജീവമായത്. അതിപ്പോ സാർ പറഞ്ഞ ഷെമിയുടെ അംഗീകാരം പോലെ സാറിന് അതിലും വലിയൊരു അംഗീകാരം കിട്ടിയിട്ടുണ്ട്, സംസ്ഥാന മികച്ച അധ്യാപകനുള്ള അവാർഡ്. അതിനെ പറ്റി പറയാൻ പറ്റും? മികച്ച അധ്യാപകനുള്ള അവാർഡ് ഇത് അധ്യാപകർക്കുള്ള അവാർഡുകൾ എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുന്നതിന് മാത്രം കിട്ടുന്നല്ല. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, പല മേഖലകളിലും സജീവമാവുന്ന സമയത്ത് അതിന്റെ എല്ലാം കൂടി ഒന്നിച്ചു ചേർന്ന് അവര് ഹയർ സെക്കൻഡറിയിലും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും സ്കൂളിലും ഒക്കെ അവാർഡ് കൊടുക്കും. അതിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സെക്ഷനിലാണ് എനിക്ക് സംസ്ഥാന അധ്യാപക അവാർഡ് 2011-12 കിട്ടിയത്. അത് തിരുവനന്തപുരത്ത് നിന്നായിരുന്നു സമ്മാനദാനം. ഈ പറഞ്ഞ ഏറ്റവും വലിയ അനുഭവം തന്നെ സമ്മാനം കിട്ടിയത് എന്നെക്കാളും സന്തോഷം ഞാൻ പണ്ട് പഠിപ്പിച്ച കുട്ടികൾക്കായിരുന്നു. ഞാൻ പഠിപ്പിച്ച 6-7 വിദ്യാർത്ഥികൾ ഇപ്പം ഞങ്ങളുടെ JDT-യിൽ തന്നെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്റ്റാഫ് ആയിട്ടുണ്ട്. ശരിക്കും അവരുടെ കൂടെയുള്ള ഒരു സപ്പോർട്ട് കൊണ്ടാണ് നമുക്ക് ആ മേഖലയിലൊക്കെ സജീവമായി സന്തോഷത്തോടെ റിട്ടയർ ചെയ്യുന്നവരെ നിൽക്കാൻ പറ്റുന്നത്. അപ്പൊ അവരൊക്കെ കാണിക്കുന്ന സന്തോഷമാണ് ഇതിൽ ഏറ്റവും വലിയ സന്തോഷം. ശരിക്കും അത് തന്നെയാണ്. അത് ഈ ലോകത്തെ പല രാജ്യങ്ങളിലും സ്കൂളുകളിൽ ചെസ് പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പം സെൻട്രൽ ഗവൺമെന്റ് നിർദ്ദേശപ്രകാരം ഓൾ ഇന്ത്യ ചെസ് ഫെഡറേഷൻ്റെ ഒരു പ്രോഗ്രാമാണ് സ്കൂളുകളിൽ ചെസ് പഠിപ്പിക്കാൻ. അങ്ങനെ കോഴിക്കോടും കേരളത്തിലെ പല ജില്ലകളിലും വളരെ സജീവമായി ചെസ്സിന് സ്കൂൾ എന്ന് പറഞ്ഞ പ്രോഗ്രാം നടക്കുന്നുണ്ട്. ഒരു സ്കൂൾ ചെസ് നടത്താൻ ഈ പ്രാവശ്യം 400-500 കുട്ടികളൊക്കെയാണ് ഇപ്പോൾ അടുത്തടുത്തിടെ മത്സര രംഗത്ത് വരുന്നത്. അത് നമുക്ക് വലിയ സന്തോഷം നൽകുന്നുണ്ട്. കുട്ടികൾ ഒരുപാട് ആൾ ഇതിലേക്ക് ആകൃഷ്ടരായി വരുന്നു എന്നുള്ള കാര്യം. അതെ അതെ. പിന്നെ ഈ 32 വർഷത്തെ അധ്യാപക ജീവിതത്തിന് ശേഷം സാർ റിട്ടയർ ആയപ്പോൾ സാറ് പറഞ്ഞു പിന്നെയും തുടങ്ങിയത്. അപ്പോൾ സാറിന്റെ ഈ എന്താ പറയുക വീടിനോട് ചേർന്നിട്ടുള്ള ഈ പരിസരത്ത് തുടങ്ങുകയും ചെയ്തു. സോയിൽ സ്റ്റോറീസ് എന്ന മനോഹരമായ ഒരു സ്ഥലമാണ്. ഇവിടെ റൂട്ട്സ് ആൻഡ് റൂട്ട്സ് എന്ന് പറഞ്ഞിട്ട് പുതിയ ചെസ് അക്കാഡമിയും തുടങ്ങി. അതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കും. അത് റിട്ടയർ ചെയ്തു, ഞാൻ പറഞ്ഞില്ലേ, റിട്ടയർ ചെയ്തപ്പോൾ ഞാൻ ക്ലാസ് എടുക്കാൻ പോകും. ക്ലാസ് എടുക്കാൻ പോകുമ്പം പലരും പറഞ്ഞു ഒരു അക്കാദമി കുട്ടികൾക്ക് വേണ്ടി തുടങ്ങിക്കൂടെ എന്ന് ചോദിച്ചപ്പം വൈഫ് ഹയർ സെക്കൻഡറി ടീച്ചറാണ്, മക്കൾ 2 പേരും എഞ്ചിനീയേഴ്സാണ്, എനിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അപ്പം ഞാൻ പറഞ്ഞു ശരി ശ്രമിക്കാം. പക്ഷെ അത് ഇങ്ങനെ ഉണ്ടാക്കി വന്നപ്പോൾ ഇതിൻ്റെ മൊത്തം ആർക്കിടെക്ട് മാജിക് ലൈൻ സ്റ്റുഡിയോ അശ്വിൻ വാസുദേവൻ്റെ അടുത്ത സുഹൃത്താണ്. അദ്ദേഹം പറഞ്ഞ ഒരു യുണീക്ക് ആയിട്ടുള്ളൊരു സ്ട്രക്ചർ ഞാൻ ഉണ്ടാക്കി തരാം, അപ്പം ഇതിനൊരു പേര് വേണം. പേര് സജസ്റ്റ് ചെയ്തത് എൻ്റെ മകളാണ്. മകളത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് കൃഷിയുണ്ട്. ഞങ്ങൾ തന്നെ നല്ല മികച്ച കർഷകനുള്ള അവാർഡൊക്കെ വാങ്ങിയ ആളാണ് എൻ്റെ അച്ഛനൊക്കെ. അപ്പൊ ആ കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കുട്ടികൾ പഠിക്കട്ടെ, അതും ഇതിനോട് ചേർന്ന് നിൽക്കട്ടെ എന്നുള്ള രീതിയിലാണ് ഈ മണ്ണിന്റെ കഥകൾ എന്നുള്ള അർത്ഥത്തിൽ തന്നെ ഈ ബിൽഡിങ്ങിന് സോയിൽ സ്റ്റോറീസ് എന്ന് പറഞ്ഞ പേര് കൊടുത്തത്. പല രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും പല ചെടികളും പലതരത്തിലുള്ള ഫ്രൂട്ട് പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. എനിക്ക് ഇതെല്ലാം കാണുന്നത് ഇവിടെ വന്നതിന് ശേഷമാണ്. പിന്നെ ഞാൻ അതിൽ ചെസ്സിനൊരു യുണീക്കാക്കി നിർത്താൻ വേണ്ടി ചെസ്സിന്റെ മാത്രം പേരാണ് റൂട്ട്സ് ആൻഡ് റൂട്ട്സ് ചെസ് അക്കാദമി എന്നുള്ളത്. പേര് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് പലരും പറയാറുണ്ട്. പേരാണെന്ന് പറയാറുണ്ട്. ഒരു വിദ്യാർത്ഥി പഠിക്കുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ ചെസ് എങ്ങനെയൊക്കെ സഹായിക്കുന്നു? ശരിക്കും
നിങ്ങൾ ആദ്യം ചോദിക്കേണ്ട ചോദ്യം അതായിരുന്നു. ചെസ്സ് പഠിച്ചാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും അത് നമുക്ക് ഇതിൻ്റെ പല രാജ്യങ്ങളിലും ഇത് കണ്ടെത്തിയിട്ട് അവരൊക്കെ നിർബന്ധപൂർവ്വം കുട്ടികളെ ഇത് പഠിപ്പിക്കുകയാണ്. ഏറ്റവും പ്രധാന ഗുണം, ഇപ്പോൾ റൈറ്റ് ടൈം റൈറ്റ് ഡിസിഷൻ എടുക്കാനുള്ള ഒരു ട്രെയിനിങ്ങും സ്കൂളുകളിൽ കൊടുക്കുന്നില്ല. അത് കളികളിലൂടെ മാത്രമേ പറ്റൂ. കാരണം നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു തീരുമാനങ്ങളാണ്, തീരുമാനങ്ങളുടെ ആകത്തുക. അപ്പം നിങ്ങൾ ഇന്ന് ഇവിടെ വന്ന് ഒരു തീരുമാനത്തിൻ്റെ പുറത്താണ്. ഒരു ദിവസം നമ്മുടെ ഒരു 10 500 തീരുമാനം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ എടുക്കുന്നുണ്ട്. ഈ തീരുമാനങ്ങളിൽ മൊത്തം നമുക്ക് വരാവുന്ന എറേഴ്സിന് നമ്മൾ പറയുന്ന കൊഗ്നിറ്റീവ് എറേഴ്സാണ് അല്ലെ. അതിലൊക്കെ ആ എറേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്ത എറേഴ്സ് തന്നെ സൈക്കോളജിസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്തൊരു 30ഓളം എറേഴ്സ് ഉണ്ട്. ഈ എറേഴ്സ് കുറച്ച് കൊണ്ടുവന്നാലേ റൈറ്റ് ഡിസിഷൻ എടുക്കാൻ പറ്റും. ഇപ്പോൾ ഏത് കളി പഠിക്കും, എസ്പെഷ്യലി ചെസ്സ് പഠിക്കുമ്പം ആദ്യം ഒരു കുട്ടിക്ക് കിട്ടുന്നത് റൈറ്റ് ടൈമിൽ ഡിസിഷൻ എടുക്കാനുള്ള കഴിവാണ്. പിന്നെ ബ്രെയിനിൻ്റെ 2 ഹെമിസ്ഫിയർ, റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും ഒരേപോലെ പ്രവർത്തിക്കുന്ന, അതായത് ഒരു സൈഡ് കൊണ്ട് കാൽക്കുലേഷൻ, ഒരു സൈഡ് കൊണ്ട് ഇമാജിനേഷൻ ചെയ്യുന്നൊരു മനോഹരമായ കളിയാണിത്. പിന്നെ മൂന്നാമതായിട്ട് നമ്മുടെ ഓർമ്മശക്തി, അതിനെ ഷാർപ്പൻ ചെയ്ത് നിർത്തും. പിന്നെ സ്പേഷ്യൽ ഇമേജ് ഫോർമേഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് നമുക്ക് ആർക്കിടെക്ട്സിനൊക്കെ ഉള്ള ഒരു കഴിവാണ്. അതൊക്കെ ഫോം ചെയ്യണമെങ്കിൽ പിന്നെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തിന് നമ്മൾ തന്നെയാണ് ഉത്തരവാദി എന്നുള്ളത്. പിന്നെ ഇതിൽ IQ എത്രയെങ്കിലും ചെസ്സ് കളിച്ചാൽ കൂടുമൊന്നുമില്ല. പക്ഷെ ഇന്നത്തെ ജീവിതത്തിൽ IQ അല്ല ആവശ്യം, RQ ആണ്, റിലേഷൻഷിപ്പ് ക്വസ്റ്റ്യൻ്റാണ്. അപ്പോൾ കളിക്കാരും അവരുടെ രക്ഷിതാക്കളും തമ്മിൽ ആത്മബന്ധം ഉണ്ടാവും. അപ്പോൾ കുട്ടികൾ പല സ്ഥലത്തും ട്രാവൽ ചെയ്ത് കളിക്കുമ്പോൾ ഈ കളികളിലൂടെ കിട്ടുന്ന ഒന്നാണ്. അവർക്ക് IQ മാത്രമല്ല ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ കളിയിലേക്ക്, പിന്നെ ADHD പോലെ അറ്റൻഷൻ ഡെഫിസിറ്റ് ഒക്കെ ഉള്ള കുട്ടികൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റും. ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ഓൾ ഇന്ത്യ ചെസ് ഫെഡറേഷനും വേൾഡ് ഫെഡറേഷനും ഒക്കെ സ്കൂളുകളിലൊക്കെ ചെസ് നിർബന്ധമാക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ തലമുറ AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് പിന്നാലെ പോകുന്നതാണല്ലോ. അപ്പോൾ ഈ ടെക്നോളജിയും ഈ ചെസ്സും തമ്മിൽ, ടെക്നോളജി ശരിക്കും പറഞ്ഞാൽ ടെക്നോളജി ഒരുപാട് സഹായിക്കുന്നുണ്ട്. നമ്മളൊന്നും ചെറിയ കാലത്ത് ചെസ്സ് പഠിച്ച പോലെയല്ല. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ വരവോടുകൂടെ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി കുട്ടിക്ക് വീട്ടിലിരുന്ന് കളിക്കാം, പഠിക്കാം, എല്ലാ എറേഴ്സും അനലൈസ് ചെയ്യാം. പക്ഷേ ഇതൊക്കെ തന്നെ ടൂർണമെൻറ്റുകൾ നടത്തിയാലേ ആ ഭാഗത്ത് എന്ത് തന്നെ ടെക്നോളജി ഉണ്ടെങ്കിലും ഒരു സംസ്ഥാനത്തെ അല്ലെങ്കിൽ ഒരു രാജ്യത്തെ കളി വളരണമെങ്കിൽ ടൂർണമെൻറ്റുകൾ കൊണ്ടുവരണം. ഇപ്പോൾ കോഴിക്കോട് ശരിക്കും എനിക്ക് JDTയിൽ ഞാൻ അസനാജിയെ സ്മരിക്കുന്ന പോലെ തന്നെ ചെസ്സ് രംഗത്ത് ഞാൻ എപ്പോഴും ആദരവോടെ സ്മരിക്കുന്ന ഒരാളായിരുന്നു PT ഉമ്മർ കോയ. ലോക ഭൂപടത്തിൽ കോഴിക്കോടിൻ്റെ സ്ഥാനം രേഖപ്പെടുത്തിയ ആളാണ്. 2 ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പാണ് ഇവിടെ നടത്തിയത്. ഞാൻ ആ സമയത്ത് ജില്ലാ സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തോട് അസോസിയേറ്റ് ചെയ്യാൻ വരുമ്പോൾ വലിയ ഗ്രാൻഡ് മാസ്റ്റേഴ്സ്, ഇൻ്റർനാഷണൽ മാസ്റ്റേഴ്സും ഒക്കെ ആവുന്ന കുട്ടികൾ വന്ന് കളിക്കുന്ന കാണുമ്പം നമ്മുടെ ന്യൂജന് വലിയ ഒരു ആദരവും അതുപോലെ വലിയൊരു ആകാംക്ഷയാണ്. അതേപോലെ ആവാനുള്ള ഒരു ഉത്സാഹം ഉണ്ടാവും. ശരിക്കും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സംഘാടകർ വേണം, അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള കളിക്കാരൊരു ഭാഗത്ത് ഉണ്ടാവണമെങ്കിൽ ടൂർണമെൻറ്റുകൾ നടക്കണം. ശരിക്കും ഇപ്പം അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ടൂർണമെൻറ്റുകൾ കേരളത്തിൽ കുറവാണ്. അപ്പോൾ അതും ഒരു കാരണമാണ് ഇവിടെ നിന്ന് വലിയ പ്രതിഭകൾ ഉണ്ടാവാൻ. അപ്പോൾ അവരൊക്കെ ഈ വലിയ കളിക്കാരെ പോലെ തന്നെ വലിയ സംഘടനാ പാഠമുള്ളവരും ഒരു പ്രതിഭാസങ്ങളെ ചില കാലങ്ങളിലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ കാലങ്ങളിൽ ആ രാജ്യത്തെ കളി അങ്ങ് പെട്ടെന്ന് വളരും. അതാണ് അതിൻ്റെ സംഭവം. അത് പറഞ്ഞപ്പോഴാണ് സാർ ഇവിടെ ഈ റൂട്ട്സിൽ തന്നെ ഈ അടുത്ത മെയില് ഒരു സംസ്ഥാന, അതെ, അതും എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. ഞാനിത് ഉണ്ടാക്കിയ സമയത്ത് ഈ ജില്ലയിലെ കളിക്കാർക്ക് പ്രത്യേകിച്ചും വളരെ സമാധാനമായിട്ട് ടൂർണമെൻറ്റ് കളിക്കാനുള്ള ഒരു വെന്യൂ വേണം. അങ്ങനെ ജില്ലാ ചാമ്പ്യൻഷിപ്പുകൾ നടക്കുന്ന സമയത്താണ് സംസ്ഥാന നേതൃത്വം സംസ്ഥാന സീനിയർ ചെസ്സ് ഇവിടെ വെച്ച് നടത്തിയാലോ ഒരു ഓപ്പൺ സ്പേസിൽ. അങ്ങനെ ആദ്യമായി ഒരു സെമി ഓപ്പൺ സ്പേസിൽ ഞങ്ങൾ അനൗൺസ് ചെയ്തു ടൂർണമെൻറ്റ്. ഞങ്ങളെല്ലാം അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വളരെ റെക്കോർഡ് സൃഷ്ടിച്ച പാർട്ടിസിപ്പേഷൻ, 155 റേറ്റഡ് പ്ലെയേഴ്സ് അടക്കം 284 ആളായിട്ട് ഇതുവരെ കേരള സംസ്ഥാനത്ത് ഉണ്ടാകുന്നതിലധികം ആൾ പങ്കെടുത്ത് ചാമ്പ്യൻഷിപ്പ് നടത്തി. അതിൽ നമുക്ക് ഏറ്റവും സങ്കുചിതമായ എൻ്റെ ഒരു സന്തോഷം, ആദ്യത്തെ 5 സ്ഥാനങ്ങളിൽ 4 സ്ഥാനവും ചാമ്പ്യൻ അടക്കം ജോൺ വെന്നി അക്കരക്കാരൻ, നല്ല മിടുക്കനായ കോഴിക്കോട്ടെ പ്രോമിസിംഗ് പ്ലെയറാണ് അദ്ദേഹം അടക്കം കോഴിക്കോട്ടുകാർക്കാണ് കിട്ടിയത്. അത് കഴിഞ്ഞ മെയ് ഫസ്റ്റ് വീക്കിൽ നടത്തിയതായിരുന്നു. അപ്പോൾ ഒരുപാട് പിള്ളേരാണ്. സംസ്ഥാന സീനിയർ ചാമ്പ്യൻഷിപ്പ് ആണെങ്കിലും ആദ്യത്തെ 25 സ്ഥാനം എടുത്താൽ വളരെ കുറച്ച് ആളുകളെ സീനിയേഴ്സ് ഉള്ളൂ. ഒക്കെയൊക്കെ കുട്ടികളാണ്.
ഇന്ത്യൻ ചെസ്സും കേരള ചെസ്സും ഒക്കെ ഭാവി വളരെ ശോഭനമാണ്. ഒരു 5 വർഷത്തേക്ക് ലോക ചെസ്സിൽ ഇന്ത്യക്കാരുടെ കയ്യിൽ തന്നെയാണ്, യാതൊരു സംശയമില്ല. കാരണം അത്രയും സപ്പോർട്ട് പല ഗവൺമെൻറ്റുകൾ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് തന്നെ വേറെ ഏറ്റവും വലിയ ഗുണം, കുട്ടികൾ ഈ ഡിജിറ്റൽ വേൾഡിൽ ഇങ്ങനെ നിൽക്കുന്ന സമയം, അതേപോലെ ഈ രാസലഹരിക്ക് പിന്നാലെ പോവുക. ഇതിലെല്ലാവരും എപ്പോഴും ഓർക്കേണ്ടത് ലോക പ്രശസ്തമായ ഒരു ഗ്രാമമുണ്ട് മരോട്ടിച്ചാൽ, തൃശ്ശൂരിനടുത്ത്. അവിടെ ഞങ്ങളുടെ ഒരു ഉണ്ണിയേട്ടൻ എന്ന് പറഞ്ഞ ആളുണ്ട്. ആ ഗ്രാമം മുഴുവൻ മദ്യപാനായിരുന്നു. ഉണ്ണിയേട്ടൻ എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ ചായക്കടയിൽ ചെസ്സങ്ങ് പഠിപ്പിക്കാൻ തുടങ്ങി ഒരു 15-20 വർഷം മുമ്പ്. അങ്ങനെ ആ ഗ്രാമത്തിൽ 70% ആളുകൾ ചെസ് ലിറ്ററസി. ഇന്ന് ഗൂഗിൾ ചെയ്താൽ കാണാം ചെസ് വില്ലേജ് ഇൻ ഇന്ത്യ. പ്രത്യേകത, അവിടുത്തെ ആളുകൾ നമ്മൾ ഡി അഡിക്ഷൻ സെൻറ്ററിൽ പോകുന്നത് പോലെ പല അവരുടെ ഒരുപാട് മദ്യപാനം മുതലായ പല കാര്യങ്ങളും മാറ്റിവെച്ച് ചെസ്സ് കളിയിലേക്ക് വന്നു. ഇത് ശരിക്കും വലിയൊരു ഗ്രേറ്റ് അച്ചീവ്മെൻറ്റാണ്. ഇത് നമ്മുടെ കഴിഞ്ഞ മിനിസ്റ്ററിൽ ആദരണീയനായ നമ്മുടെ പൊതുമരാമത്ത് മന്ത്രി റിയാസ്, അദ്ദേഹം നല്ല ചെസ് പ്ലെയർ ആയിരുന്നു. അദ്ദേഹം കടലുണ്ടി ഗ്രാമപഞ്ചായത്തിൽ ഒരു 4 മാസം മുമ്പേ, ഇലക്ഷൻ്റെ മുൻപ് തുടങ്ങിയിരുന്നു അത്. അപ്പോൾ അദ്ദേഹം നല്ല ചെസ് പ്ലെയറാണ്. അപ്പം അത് വലിയ മാറ്റം ഉണ്ടാക്കും. അത് പഠിക്കുന്ന കുട്ടികൾക്ക് ഇതൊക്കെ തന്നെ നമുക്കറിയാലോ, ഒരു കുട്ടികൾ ഈ പറയുന്ന ലഹരികളിലേക്കൊക്കെ പോകുന്ന ഈ ഡൊപ്പമീൻ എന്ന് പറയുന്ന രാസവസ്തുക്കൾ ബ്രെയിനിലേക്ക്, അപ്പോൾ അത് ഈ കളികളിലൂടെ, ചെസ്സ് കളിയിലൂടെ കിട്ടുന്നതുകൊണ്ട് ചെസ്സ് കളി എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും, കേരളത്തിലെ ചെസ്സ് കളിക്കാരിൽ 99% വളരെ നല്ല രീതിയിൽ പഠിക്കുന്ന നല്ല മിടുക്കന്മാരായി ഇത്തരത്തിലുള്ള ലഹരിക്കൊന്നും അടിമപ്പെടാത്ത കുട്ടികളാണ്. അപ്പോൾ പഠനത്വവും മാത്രമല്ല ജനറൽ ബിഹേവിയറിനും അവരുടെ പിന്നെ ഒരു വിക്ടിം പേഴ്സണാലിറ്റി 2 വിധത്തിലുണ്ടല്ലോ. ഒരു വിക്ടിം പേഴ്സണാലിറ്റിയെ സ്മാർട്ട് പേഴ്സണാലിറ്റി ആക്കി മാറ്റാൻ ചെസ്സുകൾ എത്രയോ സഹായിക്കും. അതാണ് അതിൻ്റെ ഒരു ഏറ്റവും വലിയ നമുക്കൊരു സന്തോഷം മാറ്റിയെടുക്കാൻ പറ്റും അത് നിരന്തരമായ പരിശീലനം കൊണ്ടും. അതാണ് നമ്മുടെ ഈ ഇന്റർനാഷണൽ നിലവാരം വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഇന്ത്യയിലെ ചെസ് എവിടെ കിടക്കുന്നു? നമ്മുടെ പ്രജ്ഞാനന്ദയും ഗുഗേഷും അർജുൻ രഗാസിയും ഒക്കെ അടങ്ങുന്ന, വൈശാലിയും ഒക്കെ അടങ്ങുന്ന നിരയാണ് ഇനി അടുത്ത 10 വർഷം ലോകം ഭരിക്കാൻ പോകുന്നത്. അതിൻ്റെ താഴെയും കുട്ടികൾ വരുന്നുണ്ട്. വളരെ ശോഭനമാണ് ഇന്ത്യൻ്റെ ചെസ് രംഗം, ചെസ് ഭാവി. ഓക്കെ, താങ്ക് യു. ഞങ്ങൾ ഈ ഹാർട്ടിറ്റ്യൂഡ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് പാവപ്പെട്ടവരെ സഹായിക്കാനുള്ള ഒരു ഫൗണ്ടേഷൻ കൂടിയാണ്. അപ്പോൾ അതിൽ അനാഥത്വം അനുഭവിക്കുന്ന ആൾക്കാർ, വൃദ്ധസദനങ്ങളിലും പിന്നെ അനാഥരായിരിക്കുന്ന കുട്ടികളും, അപ്പോൾ അവർക്കിടയിലേക്ക് ഈ ചെസ്സിനെ കൊണ്ടുപോകണം എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. സാറിൻ്റെ അത് വളരെ നല്ല തീരുമാനമാണ്. അപ്പോൾ അതിന് വേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവിടെയൊക്കെ ആദ്യം തന്നെ ചെസ് ബോർഡ് വാങ്ങിക്കൊടുക്കണം. കുറച്ച് ഒരു 2 വിഭാഗമായിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. ഒന്ന്, നിങ്ങൾ വൃദ്ധന്മാർ എന്ന് പറഞ്ഞല്ലോ, ഇന്ന് ഏറ്റവും അധികം അവർ അനുഭവിക്കുന്ന ഒരു പ്രശ്നം ഡിമെൻഷ്യ, അൽഷിമേഴ്സ്. ഇതിന് ഏറ്റവും നല്ല ലോകത്ത് അംഗീകരിക്കപ്പെട്ട തന്നെ ഒരു ചികിത്സാ വിധി എന്ന് നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും പല രാജ്യങ്ങളിൽ ചെയ്യുന്നത് ചെസ്സ് അല്ലെങ്കിൽ സംഗീതം പോലത്തെ കാര്യങ്ങൾ പഠിക്കുന്നതാണ്. അപ്പം നിർബന്ധമായിട്ടും അവരുടെ ഇടയിലേക്ക് നമുക്ക് ചെസ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ അത് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. പിന്നെ ഇതിനെപ്പറ്റി അറിയാത്തവർക്ക് നമ്മൾ ജനറലായിട്ടൊരു ക്ലാസ് എടുക്കുക. ചിലർക്കിത് താല്പര്യം ഉണ്ടാവുള്ളൂ, എല്ലാവർക്കും ഇതെല്ലാം പഠിക്കാൻ കഴിയില്ല. എന്നിട്ട് നമുക്ക് അവിടെ ബോർഡൊക്കെ കൊണ്ടുപോയി കൊടുത്ത് അതിൻ്റെ അങ്ങനെയുള്ള ആളുകൾക്ക് കുറച്ച് സമയം കൊടുക്കാൻ പറയാം. ഒരു വൈകുന്നേരം കുറച്ച് സമയം കളിക്കാനുള്ള സമയം. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് നമുക്ക് വേണമെങ്കിൽ പോയിട്ട് ജനറലായിട്ട് ചില ക്ലാസ്സുകൾ എടുത്തു കൊടുക്കാം, അതിൻ്റെ ബേസിക്കായി. പിന്നെ ഞാനിവിടെ സ്റ്റെപ്പ് 6 മെത്തേഡ് എന്ന് പറയുന്ന ഒരു ഇൻ്റർനാഷണൽ സിലബസ് ആണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ആ സ്റ്റെപ്പ് 6 മെത്തേഡിലെ സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞ പുസ്തകം ഡൗൺലോഡ് ചെയ്തെടുത്താൽ ആർക്കും അതിൻ്റെ ബേസിക്കായ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാവുന്നതാണ്. പിന്നെ ഇടയ്ക്ക് ചില ക്ലാസ്സുകൾ നമ്മൾ പോയി എടുത്താൽ അങ്ങനെ നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകാവുന്നതാണ്. ഇവിടെയും വരാറുണ്ട്, ഏജ് കൂടുതലുള്ള ആൾക്കാർ വരാറുണ്ട്. അവർക്കും ഈ ഓർമ്മശക്തിന്റെ പ്രശ്നത്തിലാണ് പലരും വരുന്നത്. അത് ഇത് എന്നല്ല, അല്ലെങ്കിലും നമ്മൾ പിയാനോ പോലത്തെ സംഗീത ഉപകരണങ്ങളോ അല്ലെങ്കിൽ വൊറേഷ്യസ് റീഡിങ്ങോ എന്തെങ്കിലും നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇത് ചെസ്സ് ഒരു കളിയാവുന്ന സമയത്ത് അതിന് കുറച്ചുകൂടി എളുപ്പമുണ്ട് അത് ചെയ്യാൻ. അതാണ് അതിൽ ഏറ്റവും ചെയ്യേണ്ടത്. അത് നമ്മൾ തന്നെ എല്ലാവരിലും നമ്മൾ തന്നെ പ്രാക്ടീസ് ചെയ്യേണ്ടതാണ് എന്തെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ ഓർമ്മകൾ കുറച്ച് കഴിഞ്ഞാൽ മങ്ങിത്തുടങ്ങും. അതൊരു വലിയ വിഷയമാണ് ഇന്നത്തെ ആധുനിക കാലത്ത്. ഇന്റർനാഷണൽ ചെസ് ഡേ ആണല്ലോ. അപ്പോൾ
അപ്പോൾ ഈ യങ് ജനറേഷനോടുള്ള സാറിൻ്റെ ഒരു മെസ്സേജ് പറയാമോ? യങ് ജനറേഷനോട് എനിക്കുള്ള പൊതുവെയുള്ളൊരു മെസ്സേജ്, നിങ്ങൾ പഠനത്തോടൊപ്പം എല്ലാ തരത്തിലുള്ള കളികളിലും ഏർപ്പെടണം. അതിൽ ഒരു ചെസ് കളിയെ സ്നേഹിക്കുന്ന ആൾ എന്നുള്ള രീതിയിൽ എനിക്ക് കുട്ടികളോട് പറയാനുള്ളത്, നിങ്ങളെല്ലാവരും കളി പഠിക്കണം, കളി എൻജോയ് ചെയ്യണം, കളിയെ ഇഷ്ടപ്പെടണം. ലേൺ ചെസ്, പ്ലേ ചെസ് ആൻഡ് ലവ് ചെസ്. ഓക്കെ, താങ്ക് യു. നിങ്ങൾ വൃദ്ധന്മാർ എന്ന് പറഞ്ഞല്ലോ, ഇന്ന് ഏറ്റവും അധികം അവർ അനുഭവിക്കുന്നൊരു പ്രശ്നം ഡിമെൻഷ്യ, അൽഷിമേഴ്സ്. അപ്പം നിർബന്ധമായിട്ടും അവരുടെ ഇടയിലേക്ക് നമുക്ക് ചെസ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഈ സംഭാഷണം ഇവിടെ അവസാനിക്കുന്നില്ല. ചെസ്സിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഞങ്ങൾ അന്വേഷിച്ചത് വെറും കളിയുടെ നിയമങ്ങളോ വിജയത്തിൻ്റെ വഴികളോ ആയിരുന്നില്ല. അതിനപ്പുറം ഓരോ നീക്കത്തിൻ്റെയും പിന്നിൽ രൂപപ്പെടുന്ന മനുഷ്യനെയായിരുന്നു. കാരണം ഈ കളി ബോർഡിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ജീവിതത്തിലേക്ക് അത് കടന്നു വരുമ്പോൾ ഓരോ തീരുമാനവും ഒരു നീക്കമാകുന്നു, ഓരോ വെല്ലുവിളിയും ഒരു എതിരാളിയാകുന്നു, ഓരോ അനുഭവവും അടുത്ത നീക്കത്തിനുള്ള പാഠമാകുന്നു. ഈ കളിയെ ബോർഡിന് പുറത്തേക്ക് കൊണ്ടുപോയാൽ നമ്മുടെ ജീവിതം എങ്ങനെ മാറും?